ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോൾ തട്ടേക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ അള്ളിയിലാട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ അള്ളിയിലാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കാം. അപ്പോൾ അച്ഛൻ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ പെരിയാറിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. കാരണം പെരിയാർ ഒഴുകി വരുന്ന കിഴക്ക് ഭാഗത്ത് നിന്ന് കേട്ടോ ആണ്. പെരിയാറിൻ്റെ തീരത്തുള്ള മലകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ കാണുന്നത് പെരിയാറിനോട് ചേർന്ന് നമ്മളിപ്പോൾ ഒരു പുഴയിൽ ആണ് നിൽക്കുന്നത്. ഇതൊക്കെ പെരിയാർ വരുന്നത്. ഇപ്പോൾ ഈ പെരിയാറിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് 2018 നമ്മൾ പ്രളയത്തിൽ വെള്ളം കയറി ഈ ആളിലൊക്കെ മൂടിപ്പോയ സ്ഥലമാണ്. ഇതൊക്കെ കാണുന്നത് ഇവിടുന്ന് ഒരു ഈ ഹൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് 30-35 മീറ്ററോളം താഴ്ചയുണ്ട് പുഴയ്ക്ക്. ഇവിടുന്ന് ഇത്രയും ഹൈറ്റിൽ വെള്ളം ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന. ഇപ്പോൾ ഈ കാണുന്നത് പെരിയാർ, ലോവർ പെരിയാർ എന്ന് നമ്മൾ പെരിയാറും ലോവർ പെരിയാർ എന്ന് പറഞ്ഞാൽ LPT. അതായത് ആ കാണുന്ന നമ്മുടെ കരിമണൽ പവർ ഹൗസിന് നേരെ അക്കരെ ഉള്ള മുടിയാണ് കാണുന്നത്. അതായത് കുതിരകുത്തി എന്ന് പറയും. കുതിരകുത്തിയുടെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പയ്യെ അള്ളിൻ്റെ അകം, ഞാൻ അള്ളിൻ്റെ അകം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഈ അള്ളിൻ്റെ അകത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് അള്ളെന്ന് പറഞ്ഞാൽ ഇതാണ്. അള്ളിനകത്തൂടെ പോയി ഇതിനകത്തൂടെ പോയിച്ച് ഇതിലേ കൂടെ ഉണ്ടോ, ഇത് ഭയങ്കര പാറയെടുക്കേണ്ടതുണ്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മൾ പോകണം. ഇങ്ങനെ കിടന്ന് ഇരുന്നൊക്കെയാണ് പോകണം. ഇതിൻ്റെ അകത്തിറങ്ങി ചെന്നാൽ നമുക്കൊരു 2-3 കുടുംബക്കാർക്ക് താമസിക്കാനുള്ളൊരു ഏരിയ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കണ ഞങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിനകത്തൂടെ കടന്നു വന്നു കഴിയുമ്പോഴേ ഉണ്ടോ, നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ഒരു ശരിക്കൊരു വാർക്ക കെട്ടിടത്തിൻ്റെ അതേ പ്രതീതി ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതാണ് നമ്മൾ ഉള്ളിലൂടെ ഇറങ്ങുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് ദൃശ്യം നമുക്ക് കാണാം. ഇതുണ്ട് ഇതിൻ്റെ പുറത്തെ ദൃശ്യം. ഇതിവിടെ നമ്മുടെ ആദിവാസികൾ വന്നിട്ട് തേൻ കഴിച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു റാട്ടാണ് ഈ കാണുന്നത്. നല്ല ഒരു ഭൂപ്രദേശം, നല്ല മനോഹരമായ കാഴ്ചകൾ, നല്ല സീനറികളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇത് ഇപ്പോൾ അള്ളിൻ്റെ ഉൾപ്രദേശം നമുക്ക് കാണാം. ഇതുണ്ട, അതെൻ്റെ ഇളയ മോനുമാണ് നിൽക്കുന്നത്. മോൻ്റെ പേര് അമൽ എന്നാണ്, അഭിരാമി. അവരെൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. എവിടെ ഞാൻ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും. ഇതാണ് ഈ സീനറി. ഇനി നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പറയാം. അതാണ് നമ്മുടെ മെഴുകുഞ്ചാലുമുടി എന്ന് പറയും. ഈ കാണുന്ന പാറ ഇത് മെഴുകുഞ്ചാലുമുടി.